ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ ഫയർഫോഴ്സ് ഈ സമീപത്ത് ഏകദേശം നാം നിൽക്കുന്നതിന് ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് വരെ വെള്ളം ഒഴിച്ചുകൊണ്ട് കെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമാവില്ല. വലിയ തോതിൽ കിലോ കണക്കിന് വെടിമരുന്ന് കരിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് അല്ല ആര് വിചാരിച്ചാലും അത് കെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായ അതെല്ലാം കത്തി നശിച്ച ശേഷം മാത്രമേ ഒരു ശരിയായ രക്ഷാപ്രവർത്തനം സാധ്യമാകൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ആരും ആ പരിസരത്തേക്ക് പോകുന്നില്ല. എല്ലാവരും ഒരു പരിധി മാറി നിന്ന് സമീപത്തുള്ള പാടങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി പാടത്തൊക്കെ ആളുകൾ ശരീരാവശിഷ്ടങ്ങൾ തെറിച്ചു വീണ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് എല്ലാവരും ചേർന്ന് പരിശോധന നടത്തുകയാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു രക്ഷാപ്രവർത്തനം നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. അത് സാധ്യമാകണമെങ്കിൽ ഇത് പൂർണ്ണമായും കരിമരുന്ന് ഇതിനകത്തുള്ളെല്ലാം കത്തി തീർന്നതിന് ശേഷം മാത്രമേ ആ പരിസരത്തേക്ക് പോലും പോകാൻ കഴിയൂ. നേരത്തെ ഫയർഫോഴ്സ് വന്ന് ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആ ശ്രമം കാര്യമായ ഫലം കണ്ടില്ല. കാരണം അത്രയേറെ കിലോ കണക്കിന് കരിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സിന്റെ വെള്ളം എത്തിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെടിക്കെട്ടിന് എങ്ങനെയാണോ പൊട്ടുന്നത് അതുപോലെ തന്നെ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഫയർഫോഴ്സ് ഈ ഭാഗത്തെ തീ പതുക്കെ നമ്മൾ കടക്കുന്ന നമ്മുടെ 100 മീറ്റർ അപ്പുറത്തുള്ള തീ ചെറിയ തോതിൽ അണഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വലിയ തോതിലുള്ള കത്തൽ കുറഞ്ഞ പശ്ചാത്തലത്തിൽ പതുക്കെ വെള്ളം അടിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതത്വവും ഇല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും അതിനകത്ത് സാധ്യമല്ല. അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നെന്നോ എത്ര പേർ ഇപ്പോൾ അതിനകത്തുണ്ടെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എങ്കിൽ പോലും ഫയർഫോഴ്സ് അല്പം റിസ്ക് എടുത്തുകൊണ്ട് അതിനോട് കുറച്ചടുത്ത് ഏകദേശം അതിൻ്റെ അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും വെള്ളം ഉപയോഗിച്ച് ചെറിയ തോതിലെങ്കിലും അത് അവിടേക്ക് ഈ അരികത്തുള്ള ഈ തീ അണയ്ക്കാനായിട്ടുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. പക്ഷേ നേരത്തെ ഇത്തരമൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഈ ഭാഗത്ത് ഈ അറ്റത്ത് കൂടുതൽ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാവരും പിന്തിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ പോലും ഒരു റിസ്ക് ഉണ്ട് ആ ഭാഗത്തൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്, തീ അണയ്ക്കാനായിട്ടുള്ള ഫയർഫോഴ്സ് അതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നതിന്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിന് തൊട്ടപ്പുറം നമുക്ക് കാണാം. അതിന് ഏകദേശം 100 മീറ്റർ പോലും അപ്പുറത്താണ് നിരന്തരമായി നിന്ന് കത്തുകയാണ് തീ. അതിനുള്ളിലൊക്കെ തന്നെ കരിമരുന്നുകളുണ്ട്, ഈ വെടിക്കോപ്പുകളുണ്ട്. ഇതെല്ലാം ഏത് സമയം പൊട്ടിത്തെറിക്കാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആരും ആ പരിസരത്തേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, താഴെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്. ഇടതടവില്ലാതെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ വെടിക്കോപ്പുകൾ ഇവിടെ തയ്യാറാക്കിയിരുന്നു. തൃശ്ശൂർ പൂരം പോലുള്ള ലോകം ശ്രദ്ധിക്കുന്ന ഒരു പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഉപയോഗിക്കേണ്ട 2 വെടിക്കെട്ടിന് ഉപയോഗിക്കേണ്ട എല്ലാ സാമഗ്രികളുടെയും അവസാനഘട്ട പണിപ്പുരയിലായിരുന്നു സത്യത്തിൽ ഈ ദിവസങ്ങളെല്ലാം തന്നെ. 24-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. 21-ാം തീയതിയായി. നാളത്തോടുകൂടി ഇതെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ച് വെടിക്കെട്ട് പുരയിലേക്ക് മാറ്റും. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപത്തുള്ള വെടിക്കെട്ട് പുരയിലേക്ക് മാറ്റും സാമ്പിൾ വെടിക്കെട്ടിനുള്ള. അതിന് മുന്നോടിയായിട്ടാണ് ഇതിനെല്ലാം ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കരിമരുന്നുകളും അത് രൂപം മാറി വെടിക്കോപ്പുകളായി മാറിയിരുന്നു. അമിട്ടുകളും അതുപോലെ ദൃശ്യങ്ങളിലേക്ക് പോയ